എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം നവമസ്കന്ധം അധ്യായം 8 ശ്ലോകം 8, 9, 10, 11, 12 5 ശ്ലോകങ്ങൾ ഇന്ന് നമുക്ക് നോക്കാം. ആ സഗര മഹാരാജാവിന്റെ കഥ പറയണം. ധാരാളം അശ്വമേധങ്ങൾ ചെയ്തു അദ്ദേഹം. അങ്ങനെ ഭഗവാനെ ആരാധിച്ചു എന്ന് പറഞ്ഞു. ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേൽ സർവവിഘ്നോപശാന്തയേ ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ഗണപതയേ നമഃ. സരസ്വത്യേ നമഃ. ഓം ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 8. തസ്യോത്സൃഷ്ടം പശും യജ്ഞേ ജഹാരാശ്വം പുരന്ദര സുമത്യാസ്തനയാ ദൃപ്താ പിതുരാദേശകാരിണ ഹയം അന്വേഷമാണാസ്തേ സമന്താന്യഘനൻ മഹീം. തസ്യ യജ്ഞേ, അദ്ദേഹത്തിന്റെ യജ്ഞത്തിൽ ഉത്സൃഷ്ടം പശും അശ്വം, മോചിപ്പിക്കപ്പെട്ട പശുവായ അശ്വത്തെ പുരന്ദര ജഹാര, ഇന്ദ്രൻ ഹരിച്ചു. പിതു ആദേശകാരിണ, പിതാവിന്റെ ആജ്ഞയെ നടത്തുന്നവരും ദൃപ്ത ഗർഭിഷ്ഠന്മാരുമായ സുമത്യ തനയ, സുമതിയുടെ പുത്രന്മാർ ഹയം അന്വേഷമാണാഹ, കുതിരയെ അന്വേഷിക്കുന്നവരായിട്ട് മഹിം സമന്തത, ഭൂമിയെ 4 ഭാഗത്തും നിഖനിച്ചു. സഗര മഹാരാജാവിന് സുമതി, കേശിനി എന്നുപേരായ 2 ഭാര്യമാരുണ്ടായിരുന്നു. ആ സുമതിക്ക് 60,000 പുത്രന്മാരുണ്ടായിരുന്നു എന്ന് പറയണം. അവരെല്ലാവരും ഭസ്മീഭൂതരായിട്ടുള്ള ചരിത്രം പറയണേ. എങ്ങനെയാ അവര് ഭസ്മീഭൂതരായത്? ഭസ്മമായിട്ട് മാറി. അത് സഗര മഹാരാജാവിന്റെ യജ്ഞത്തിന് വേണ്ടിയിട്ട് ആ കുതിരയെ വിജയിച്ചു വരാൻ വേണ്ടിയിട്ട് കുതിരയെ പറഞ്ഞേക്കുമല്ലോ. അങ്ങനെ വിട്ടയച്ച കുതിരയെ പുരന്ദരൻ എന്നുപേരായ ദേവേന്ദ്രൻ അപഹരിച്ചു. ഈ ദേവേന്ദ്രന് ഇതന്നെയാണല്ലോ പണി. യജ്ഞം പൂർത്തിയാക്കാൻ സമ്മതിക്കില്ലല്ലോ. ദേവേന്ദ്രന്റെ സ്ഥാനം പോകുമെന്ന് പേടിച്ചിട്ട് അല്ലെ. അങ്ങനെ ആ കുതിരയെ ദേവേന്ദ്രൻ അപഹരിച്ചു. അങ്ങനെ കാണാതെ പോയ കുതിരയെ തെരഞ്ഞു കണ്ടുപിടിച്ചു കൊണ്ടുവരാൻ രാജാവ് ഈ സുമതിയുടെ പുത്രന്മാരോട് ആജ്ഞാപിച്ചു. അവര് കുറച്ച് ഗർഭിഷ്ഠന്മാരായിരുന്നു എന്നാ പറയുന്നത്. അവര് 60,000 പേര് ഭൂമിയില് മുഴുവൻ തെരഞ്ഞു, കുതിരയെ കണ്ടു കിട്ടിയില്ല. പാതാള ലോകത്തിൽ ചെന്ന് തിരയാൻ വേണ്ടിയിട്ട് ഭൂമിയുടെ 4 ഭാഗത്ത് എല്ലാ സ്ഥലത്തും തന്നെ കുഴിച്ചോണ്ടിരുന്നു എന്നാ പറയുന്നത്. പ്രാഗ് ഉദീച്യാം ദിശിഹയം ദദൃശു കപിലാന്തികേ ഏഷവാജിഹരശ്ചൗര ആസ്തേ മീലിതലോചന ഹന്യതാം പാപ ഇതി ഷഷ്ടിസഹസ്രിണ ഉദായുധാഭിയയു ഉന്മിമേഷ തദാ മുനി. പ്രാഗ് ഉദീച്യാം ദിശി, കിഴക്കു വടക്കേ ദിക്കിൽ, കപിലാന്തികെ, കപില സമീപത്തിൽ, ഹയത്തെ തേദൃശു, അവര് കണ്ടു. വാജിഹര, ഹയത്തെ അപഹരിച്ച, ഏഷ ചൗര, ഈ ചോരൻ, മീലിതലോചന, മീലനം ചെയ്തിരിക്കുന്ന ലോചനങ്ങളോടുകൂടിയവനായി, ആസ്തേ, ഇരിക്കുന്നു. പാപ ഹന്യതാം, പാപൻ ഹനിക്കപ്പെട്ടാലും ഇതി ഷഷ്ടിസഹസ്രിണ എന്ന് പറഞ്ഞ് 60,000 പേരും ഉദായുധ, ഉയർത്തിയ ആയുധങ്ങളോടുകൂടിയവരായി, അഭിയയു, എതിർത്തു ചെന്നു. തഥാ മുനി, അപ്പോൾ മുനി ഉന്മിമേഷ, കൺമിഴിച്ചു. അങ്ങനെ ഭൂമി കുഴിച്ചിട്ട് രസാതലത്തിൽ പ്രവേശിച്ച അവര് ഈശാനകോണില് ധ്യാനസ്ഥനായിരിക്കുന്ന കപിലമുനിയുടെ സമീപത്തില് ഇന്ദ്രൻ കൊണ്ടുപോയി നിർത്തിയിരിക്കുന്ന കുതിരയെ കണ്ടു. ഇന്ദ്രന്റെ സൂത്രം ചെയ്ത ഇന്ദ്രൻ എന്താ അപ്പൊ ഈ കപിലമുനിയാണ് കുതിര അപഹരിച്ചതെന്ന് വിചാരിച്ചിട്ട് ഇവര് ചെയ്യുന്നറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇന്ദ്രൻ സൂത്രം ചെയ്തു. അദ്ദേഹത്തിന്റെ മുമ്പിൽ, ആ ധ്യാനത്തിലിരിക്കുന്ന ആ കപിലമുനിയുടെ മുമ്പിൽ കൊണ്ട് നിർത്തി ആ കുതിരയെ. ഇവര് അതുപോലെ തന്നെ പറഞ്ഞു, അശ്വത്തെ അപഹരിച്ച ഈ കള്ളൻ കണ്ണടച്ചിരിക്കണു, പാപിയായിട്ടുള്ള ഇവനെ ഹനിക്ക്, ഇവനെ കൊല്ല് എന്ന് പറയണവര്. അങ്ങനെ പറഞ്ഞുകൊണ്ട് 60,000 പേരും ആയുധങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അങ്ങോട്ട് പാഞ്ഞാണ് ഇദ്ദേഹത്തിന്റെ അടുത്ത്. ശബ്ദം കേട്ടിട്ട് അദ്ദേഹം കണ്ണു വിഴിച്ചു നോക്കി. സ്വശരീരാഗ്നിനാദാവൻ മഹേന്ദ്രഹൃദചേതസ മഹദ്വ്യതിക്രമഹതാ ഭസ്മസാദഭവൻ ക്ഷണാൽ.
മഹേന്ദ്രഹൃദ ചേതസ, മഹേന്ദ്രനാൽ ഹരിക്കപ്പെട്ട മനസ്സോടുകൂടിയവരും, മഹത് വ്യതിക്രമഹത, മഹാന്മാരെ അതിക്രമിച്ചതിനായി ഹനിക്കപ്പെട്ടവരുമായ തേ അവർ, താവത് അപ്പോൾ, സ്വശരീരാഗ്നിന അവരുടെ ശരീരത്തിലുള്ള അഗ്നിയാൽ, ക്ഷണനേരം കൊണ്ട് ഭസ്മമായിട്ട് ഭവിച്ചു. ആ കപിലമുനി കണ്ണു തുറന്നൊന്ന് നോക്കിയുള്ളൂ. അദ്ദേഹത്തിന് ആരെ ഉപദ്രവിക്കണമെന്നൊന്നും യാതൊരു മോഹമില്ല. പക്ഷെ അദ്ദേഹത്തിനെ ഉപദ്രവിക്കാൻ ഇവര് ശ്രമിച്ചില്ലേ, അതുകൊണ്ട് 60,000 പേരും അവരുടെ ശരീരത്തിൽ നിന്ന് ജ്വലിച്ച അഗ്നിയാൽ ഭസ്മീഭൂതരായി. അല്ലാണ്ട് കപിലമുനി ഒന്നും പറഞ്ഞുമില്ല, ചിന്തിച്ചില്ല. അദ്ദേഹത്തിനെ ദ്രോഹിക്കുക. അതുകൊണ്ട് തന്നെ അവര് ശരീരത്തില് അഗ്നി എല്ലായ്പ്പോഴും ഉണ്ടാവൂലോ. അപ്പൊ ഇതിനു മുമ്പ് എന്താ അവര് ദഹിക്കാത്തത് എന്ന് വിചാരിക്കണ്ടാന്ന്. മഹാനായ കപിലമുനിയെ അതിക്രമിച്ചതായ ആ പാപത്തിന്റെ ശക്തി അത് തന്നെ. അതുകൊണ്ടാണ് അപ്പൊ മഹാന്മാരെയൊക്കെ ഇത്രയും തപസ്യായിട്ടുള്ള അദ്ദേഹത്തിനെ കൊല്ലു എന്ന് പറഞ്ഞിട്ടല്ലേ ഇവര് വന്നത്. അത് മാത്രം മതി, അദ്ദേഹം ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ അഗ്നി അങ്ങോട്ട് ജ്വലിച്ച, അതുകൊണ്ട് അവര് ഭസ്മമായിട്ട് പോയി 60,000 പേര്. ഇത്ര ആ മഹാനായ കപിലമുനിയെ എന്തുകൊണ്ടാ ഇവരിങ്ങനെ ആക്രമിക്കാൻ തുനിഞ്ഞത്? ഇന്ദ്രന്റെ മായാപ്രയോഗം. അതുകൊണ്ട് അവരുടെ വിചാരശക്തിയെ നശിപ്പിച്ചു ഇന്ദ്രൻ മായ കൊണ്ട്. അങ്ങനെ അതുകൊണ്ട് അവർക്ക് നാശം സംഭവിച്ചു. സാധുവാദോ മുനികോപഭർജിത നൃപേന്ദ്രപുത്ര ഇതി സത്വധാമനി കഥം തമോ രോഷമയം വിഭാവ്യത്തെ ജഗൽപവിത്രാത്മനി രജോഭുവ. നൃപേന്ദ്രപുത്രാഹ ചക്രവർത്തിപുത്രന്മാർ മുനി കോപഭർജിതാഹ മുനിയുടെ കോപത്താൽ ദഗ്ധന്മാരായി എന്നുള്ളത് സാധുവാദമല്ല. പരിശുദ്ധമാക്കുന്ന ശരീരത്തോടു കൂടിയിരിക്കുന്ന മുനിയിൽ ജഗൽപവിത്രാത്മനി ലോകത്തെ പരിശുദ്ധമാക്കുന്ന ശരീരത്തോടു കൂടിയിരിക്കുന്ന മുനിയിൽ രോഷമയം തമ കോപരൂപമായ അന്ധകാരം കഥം വിഭാവ്യത എങ്ങനെ ആലോചിക്കപ്പെടുന്നു? ഹേ ആകാശത്തിൽ, ഭുവ രജ ഭൂമിയുടെ ധൂളി കഥം എങ്ങനെ വരും? കപിലന്റെ കോപാഗ്നിയിലെ രാജപുത്രന്മാര് ദഹിച്ചു പോയെന്ന് ചിലര് പറയുന്നുണ്ട്. അത് ഒട്ടും ശരിയല്ല എന്ന് പറയാണ്. എന്തുകൊണ്ടെന്നാൽ കപിലമുനി ശുദ്ധ സത്വസ്വരൂപനാണ്. അദ്ദേഹത്തിന്റെ ദർശന സ്പർശനാദികള് ലോകത്തെ തന്നെ പരിശുദ്ധമാക്കുവാൻ മാത്രം മഹാത്മ്യമുള്ളതാണ്. അങ്ങനെ ഉള്ള അദ്ദേഹത്തിന് ഈ കോപാത്മകമായ അന്ധകാര അജ്ഞാനം എങ്ങനെ അദ്ദേഹത്തിന് ഉണ്ടാവാം? ഒരിക്കലും ഉണ്ടാവില്ല. ഭൂമിയിൽ നിന്ന് പൊങ്ങുന്ന ധൂളികൾ നിമിത്തം ആകാശം മലിനമാകുമെന്ന് വിചാരിക്കണത് പോലെയാണ്. അതുപോലെയാണ് അദ്ദേഹത്തിന് ആരോടും ദേഷ്യമില്ല, ആരോടും സ്നേഹമില്ല. അങ്ങനെ പരിശുദ്ധമായിട്ട് ഭൂമിയിൽ എല്ലാവർക്കും നന്മ വരണമെന്ന് മാത്രം വിചാരിച്ച് തപസ് ചെയ്യുന്ന ആളാണ് കപിലമുനി. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.